നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മൾ കണ്ടു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഒട്ടേറെ തിരശീലയിൽ കാണുന്ന വലിയ വലിയ നന്മമരങ്ങളായിട്ടുള്ള മഹാനടന്മാരുടെയൊക്കെ യഥാർത്ഥ ക്രൂര മുഖം നമ്മൾ എല്ലാവരും കണ്ടു. അത്തരത്തിൽ ഒരുപാട് മുഖങ്ങൾ വലിച്ചു കീറപ്പെട്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ മണിക്കൂറിലാണ് സോണിയ മൽഹാർ എന്ന് പറയുന്ന ഒരു ചേച്ചി. എനിക്ക് അവർ ചേച്ചിക്ക് തുല്യമാണ്. കാരണം ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുമാണ്, ഒരു സഹോദരിക്ക് തുല്യം തന്നെയാണ്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഏകദേശം ഒരു 3 വർഷം മുൻപ് ഒരു പെൺകുട്ടിയുടെ, ഒരു കുരുന്നിന്റെ 2 വയസ്സ് പോലും ആവാത്ത, എനിക്ക് തോന്നുന്നു 6 7 മാസം, എത്ര മാസം എന്നുള്ളത് വ്യക്തമല്ല, ഞാൻ മറന്നുപോയി അത്. അത്തരത്തിൽ ചെറിയ മാസങ്ങൾ മാത്രം പ്രായമായ ഒരു പെൺകുരുന്നിന്റെ കണ്ണിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ആ കുട്ടിയുടെ ചികിത്സാർത്ഥം വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ സോണിയ മൽഹാർ ചേച്ചി എന്റെ നമ്പർ 1-2 സുഹൃത്തുക്കളെ കയ്യിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് എന്നെ ബന്ധപ്പെടുന്നു. അങ്ങനെ ചേച്ചി പറയുന്നു, ബൈജു സഹോദര, നമുക്ക് ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് ഏറ്റെടുക്കാമെന്ന്. ചേച്ചി ഡയറക്റ്റ് ആ ട്രീറ്റ്മെന്റ് ഏറ്റെടുത്ത് ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോയി അവരാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത വലിയൊരു സാമൂഹ്യ പ്രവർത്തക, അതല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തകയാണ് സോണിയ മൽഹാർ എന്ന് പറയുന്ന ഈ സഹോദരി. പലർക്കും അവരെ അറിയുമായിരിക്കാം, അല്ലെങ്കിൽ അറിയില്ലായിരിക്കാം. അതോടൊപ്പം തന്നെ അവർ ചെറിയ ചെറിയ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സിനിമകളിലൊക്കെ അവർ നായിക വേഷം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ സിനിമകൾ, വലിയ വലിയ മഹാനടന്മാരൊക്കെ അഭിനയിച്ച സിനിമയുടെ സൈഡ് വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പൊ സിനിമ അവരുടെ ഒരു പാഷൻ ആണ് അവരുടേത്. പക്ഷെ അതിനേക്കാൾ ഉപരി കാരുണ്യ പ്രവർത്തനമാണ് അവരുടെ ഒരു മേഖല. അതുകൊണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന സോണിയ മൽഹാർ ചേച്ചി, അവർക്ക് ഈ കുറച്ച് വർഷങ്ങൾക്ക്, അതല്ലെങ്കിൽ അവരുടെ സിനിമ ജീവിതം ചെറിയൊരു ജീവിതം മാത്രമാണ്, ആ ലൈഫിൽ നേരിട്ട ഒരു വലിയ ട്രാജഡി ഒക്കെ അവർ തുറന്നു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അടുത്തും അവർ നേരിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ശരീരം പോലും വെട്ടിക്കീറി മുറിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ടുണ്ട് എന്നുള്ള ആ ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തും ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കണ്ണീരോട് കൂടി തന്നെ. അത് ഇന്ന് അവർ ചാനലിനോട് തുറന്നു പറഞ്ഞ 3 തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് അവർ നടത്തിയിട്ടുള്ളത്. അത് കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം ഇതെനിക്ക് പ്രേക്ഷകരോട് പറയുമ്പോൾ എൻ്റെ തൊണ്ട ഇടറുന്നുണ്ടെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം നമ്മുടെ വീട്ടിലെ ഒരു സഹോദരിക്ക്, ഒരു അമ്മയ്ക്ക്, നമ്മുടെ മകൾക്ക് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഒരു മലയാളിയും ചിന്തിക്കില്ല. കാരണം സിനിമാ നടികൾ, അതല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നവർ എന്നുള്ള ഈ സഹോദരിമാരെ ഒരു ദുഷ്കണ്ണോടുകൂടി മാത്രം കാണുന്ന ഒരു സമൂഹമാണ് മലയാളികൾ. പ്രത്യേകിച്ച് മലയാളികൾ, ഞരമ്പ് രോഗം കൂടുതലുള്ള ഞരമ്പ് രോഗികളായിട്ടുള്ള മലയാളികൾ. അത്തരത്തിലുള്ള പല മമ്മദുമാരും നൗഷാദുമാരും ഒക്കെ ഇവിടെ കമന്റ് ഇടുന്നതൊക്കെ ലൈവ് ആയതുകൊണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾ ചിന്തിക്കുക, നിന്റെയൊക്കെ വീട്ടിലുമുണ്ട് ഉമ്മയുണ്ട്, പെങ്ങളുണ്ട്, മകളുണ്ട്. അവർക്കായിരുന്നു ഈ ഒരു അവസ്ഥ വന്നിരുന്നതെങ്കിൽ നീയൊക്കെ എന്തായിരിക്കും ചെയ്യുക? ഈ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടന്റെ യഥാർത്ഥ മുഖം എന്തെന്നൊക്കെ ഇന്ന് പല കോണുകളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോണിയ മൽഹാർ ചേച്ചി നടത്തിയിട്ടുള്ള 3 ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുണ്ട്. ആ 3 ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും ഞാൻ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വെക്കുകയാണ്. കേട്ട് നോക്കാം നമുക്കത്. ചെയ്തതെന്ന് വെച്ചാല് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ചതി, സിനിമാ ലോകത്ത് വന്നതിൽ ഏറ്റവും വലിയൊരു ചതി എന്ന് പറയാം. ഒരു 6 വർഷം മുമ്പ് ഒരു ഫോൺ കോൾ വരികയാണ്. അപ്പോ തമിഴ്നാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്, പേര് മലയാളിയാണ്, എന്നെ അറിയപ്പെടുന്ന ഗുരു എന്നാണെന്ന് പറഞ്ഞിട്ട് എന്നോട് സംസാരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചപ്പോ സോഷ്യൽ മീഡിയയിലെല്ലാം എന്റെ നമ്പർ ഉണ്ട്, ഞാനൊരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് ഹെൽപ്പ് ലൈൻ ആയിട്ട് നമ്പർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കിട്ടിയതാണെന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾക്ക് പറ്റിയൊരു ക്യാരക്ടർ വന്നിട്ടുണ്ട്, അങ്ങനെയാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞത് ഇതാണ്: നമ്മുടെ സൂപ്പർ സ്റ്റാർ സാക്ഷാൽ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട്, മമ്മൂക്കയുടെ നായികയായിട്ട് ഒരു പടം വന്നിട്ടുണ്ട്. അതൊരു ലോ ബഡ്ജറ്റ് പടമാണ്. അതിൽ ക്യാൻസർ രോഗിയായ ഒരു കഥാപാത്രമാണ്. അതില് വളരെ സ്ലിം ആയിരിക്കണം. അന്ന് എനിക്ക് ഏകദേശം ഒരു 70+ ഉണ്ട്. അപ്പൊ അത് ഒരു 55 കിലോ 60 കിലോയ്ക്ക് അകത്തൊരു വെയിറ്റ് ആക്കണം. നമ്മുടെ ഭാരം കുറയ്ക്കണം. അതേപോലെ തന്നെ നമ്മുടെ അപ്പിയറൻസ് എല്ലാം മാറണം. ഒരു രോഗിയായിട്ട് ഫീൽ ചെയ്യണം. സംവിധാനം ചെയ്യുന്നത് സാക്ഷാൽ ബ്ലസ്സി സാറാണ്. അപ്പോ എനിക്കറിയില്ല, അന്ന് ആടുജീവിതമായിട്ട് ബന്ധപ്പെട്ട് സാർ അത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് നമുക്കറിയില്ലായിരുന്നു. ശരീരഭാരം കുറയ്ക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് പെട്ടെന്ന്, അതും ഒരു 28 ദിവസത്തിനകത്ത് സാറിനെ കാണാൻ വരണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് ഞാനിപ്പോ അവരോട് ചോദിച്ചു, ഇതിന് എന്ത് തെളിവാണ് ഇപ്പം ബ്ലസ്സി സാറ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നു? അപ്പൊ ഫോട്ടോ അയച്ചു കൊടുത്തു. ഫോട്ടോ സാറിന് അയക്കുന്നു. റെമ്യൂണറേഷൻ അവര് സംസാരിക്കുന്നു. അപ്പൊ എനിക്ക് 5 ലക്ഷം രൂപ പുതിയ കുട്ടിയല്ലേ, നമുക്ക് അത്രേ ഉള്ളൂ, അപ്പൊ അത് അവരോട് സഹകരിക്കണം. അപ്പൊ 5 ലക്ഷം രൂപ റെമ്യൂണറേഷൻ, ഇതെല്ലാം എഴുതുവാണ്. അപ്പൊ ഇതെല്ലാം ഒരു ഗ്രൂപ്പ്, അതായത് സിനിമയുടെ ഗ്രൂപ്പ് പോലെ ഇവരുടെ തന്നെ പല നമ്പറാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പോൾ ഡയറക്ടർ ബ്ലസ്സി, പക്ഷേ ഡയറക്ടർ ബ്ലസ്സി സാറിന്റെ ഫോൺ നമ്പർ ആ സമയത്ത് എന്റെ കയ്യിലുണ്ട്. എനിക്ക് വിളിക്കാനുള്ള ധൈര്യമോ കാര്യങ്ങളൊന്നും ആ സമയത്ത് ഇല്ല. അപ്പൊ ഞാന് ഓക്കെ, ഇയാൾ ഇടപെട്ടൊരു സാധനമാണല്ലോ, ഒരു മലയാളിയാണല്ലോ, നമുക്ക് പറഞ്ഞു
അപ്പൊ അതിനകത്ത് എഴുതുവാണ് ഡയറക്ടർ ബ്ലസ്സി ഈ കുട്ടി ഓക്കെ, ഇവരെ കണ്ടാല് നമുക്ക് ആ ഒരു ക്യാരക്ടർ, ഒരു പേഷ്യന്റ് ആയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ വണ്ണം ഉണ്ടെന്ന് തോന്നുന്നു, വണ്ണം കുറയ്ക്കാൻ പറയും. ഇതെല്ലാം അതിൽ എഴുതുവാണ്. എന്നിട്ട് റെമ്യൂണറേഷൻ, അപ്പൊ സാറെ കുറച്ച് കൂടുതൽ റെമ്യൂണറേഷൻ കൊടുക്കണം, അവർ സോഷ്യൽ വർക്കറാണ്. അതായത് ഈ ഗുരു എഴുതുന്നു, അതിന്റെ താഴെ ഡയറക്ടർ ബ്ലസ്സി എന്ന് പറഞ്ഞിട്ട് ഇയാൾ തന്നെ എഴുതുന്നതാണ്, അടുത്ത ഫോണിൽ നയിക്കുന്നതായിരിക്കും. അപ്പൊ ഒരു ഗ്രൂപ്പ് ചാറ്റിന്റെ മോഡലാണ് ഈ സാധനം പോകുന്നത്. ആരും വിശ്വസിച്ചു പോകും. ഒരു മീഡിയക്ക് പോലും അത് ഫേക്കാന്ന് കണ്ടെത്താൻ വലിയ പാടായിരിക്കും. അങ്ങനെ ക്ലിയർ ആയിട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ, സിനിമാറ്റോഗ്രാഫർ, ഡയറക്ടർ ബ്ലസ്സി, ഇയാള് ഇങ്ങനെ പറഞ്ഞിട്ട് അതിനകത്ത് പ്രമുഖരായ ആളുകൾ വെച്ചിട്ട് ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് എല്ലാം ഇവരുടെ തന്നെ ഫേക്കിന്റെ ടീമായിരിക്കും. അപ്പൊ ഈ സാധനം ഇവര് വിളിച്ചിട്ട് പറയണ എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഒരു 28 ദിവസം കൊണ്ട് വണ്ണം കുറച്ച് ഈ സിനിമയിലേക്ക് ജോയിൻ ആവണം, അങ്ങനെ ബ്ലസ്സി സാർ വിളിക്കും എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പുള്ളിക്കാരനോട് പറഞ്ഞു, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സർജറിയെ പെട്ടെന്ന് ചെയ്താൽ ചിലപ്പോ ഓക്കെ ആയിരിക്കും. ഓക്കെ എന്താന്ന് വെച്ചാൽ സോണിയുടെ ഇഷ്ടം പോലെ ചെയ്തോന്നു. ഞാൻ ഈ ഒരു മമ്മൂക്കയുടെ ഒരു അത്രയും ആരാധനയുള്ള ഒരു നടനാണ്. അതിലൊരു പിന്നെ മരിച്ചു പോകുന്ന ഒരു ഭാര്യയുടെ കഥാപാത്രമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ സ്വപ്നം കാണുവാണല്ലോ, സിനിമയാണല്ലോ. അപ്പം ഓക്കെ, ചിലപ്പോ അത് കിട്ടുന്നതായിരിക്കാം. നമ്മള് ആകാശത്തോളം കൊതിച്ചു, വീട്ടിലെല്ലാം പറഞ്ഞു, അച്ഛനും അമ്മയടുത്ത് പറഞ്ഞു, കുട്ടികളോട് പറഞ്ഞു. അപ്പൊ അവരെല്ലാം ഇങ്ങനെ കളിയാക്കും, മമ്മൂക്കയുടെ നായിക എന്ന് പറഞ്ഞിട്ട് കളിയാക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ ഈ കളിയാക്കലൊക്കെ നിർത്തുമെന്ന് പറഞ്ഞു. പക്ഷെ വീട്ടുകാരോട് ഈ സർജറി എന്ന് പറഞ്ഞാൽ വീട്ടുകാർ അച്ഛനും അമ്മയും സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സ്റ്റാഫിനോടെല്ലാം പറഞ്ഞു. അപ്പൊ എന്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഖത്തറിലുണ്ട്. അപ്പൊ അന്ന് 2 ലക്ഷം രൂപയ്ക്ക് പുറത്ത് സർജറി കാര്യങ്ങൾക്ക് വേണം, എന്റെ കയ്യിൽ കാശില്ല. അപ്പൊ ആ ഫാമിലി ഫ്രണ്ട് ഖത്തറിൽ നിന്ന് അവര് പറഞ്ഞു, അവര് നേരിട്ട് ഹോസ്പിറ്റലിൽ അടയ്ക്കും. ഇവിടെ കോസ്മിക് ഹോസ്പിറ്റല് പേട്ടയില്, പിന്നെ കോസ്മെറ്റിക് സർജറി ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. അപ്പോ ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഈ സർജറി ചെയ്തത്. അപ്പോ ബ്രസ്റ്റ്, വയറ് ഇതെല്ലാം ചെയ്തു 3 വലിയ സർജറി ചെയ്യേണ്ടി വന്നു. ഈ 3 വലിയ സർജറിയും ചെയ്തു. ഞാനിങ്ങനെ വീട്ടിൽ വന്ന് റെസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഇപ്പൊ അവരെ കോള് വരും, അവര് വിളിക്കും, നമുക്ക് സ്വാഭാവികമായിട്ട് അടുത്ത സിനിമയിലേക്ക് അവസരം കിട്ടി അഭിനയിക്കാം, അങ്ങനത്തെ ഒരു ഇതിലേക്ക് നിൽക്കുവാണ്. ഈ സമയം എന്താന്ന് വെച്ചാല് ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു മെസ്സേജ് ഇടുമ്പോ ഓക്കെ നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് പറയുമെന്ന് പറയും. നോക്കൂ, ഇത് ആദ്യത്തെ വെളിപ്പെടുത്തൽ, ചേച്ചിയുടെ ആദ്യത്തെ വെളിപ്പെടുത്തലാണിത്. ഇതിൽ അവർ കൃത്യമായിട്ടും പറയുന്നത് അവർക്ക് പറ്റിയ വലിയൊരു ചതിയാണ്. സിനിമാ മേഖല പൂർണ്ണമായിട്ടും ചതിയുടെ ഒരു മേഖലയാണെന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട്. അത്തരത്തിൽ അവർക്ക് പറ്റിയ വലിയൊരു ചതിയാണ് മമ്മൂട്ടിയുടെ സിനിമ ഇയാൾ ബ്ലസ്സി സംവിധാനം ചെയ്യുന്നു. അതിലേക്ക് നിങ്ങളെ കാസ്റ്റ് ചെയ്തിരിക്കുന്നു നായികയായിട്ട്, ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിട്ടാണ്, ഭാര്യ, ഒരു ഭർത്താവ് മരിച്ച ഭാര്യയുടെ വേഷമായിട്ടാണെന്ന് പറയുന്നു. അവരുടെ ശരീരഭാരം കുറയ്ക്കണമെന്ന് പറയുന്നു. അത്തരത്തിൽ അവർ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി സർജറിക്ക് വിധേയരാവുന്നു. ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിൽ അങ്ങനെ അവർ അവരുടെ വയറിന്റെ ഭാഗവും അതുപോലെ അവരുടെ ബ്രസ്റ്റ് അടക്കമുള്ള ശരീരഭാഗങ്ങൾ വെട്ടിക്കീറിക്കൊണ്ട് തന്നെ സർജറി നടത്തി. നമുക്കറിയാം, സന്ദീപ് വാര്യർ പണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്തെന്നറിയാമോ? സന്ദീപ് വാര്യറിന് ഗൾഫിലായിരിക്കുന്ന സമയത്ത്, BJP-യുടെ നേതാവ് സന്ദീപ് വാര്യർ ഗൾഫിലായിരുന്ന സമയം മുതൽ വലിയ തടി ഉണ്ടായിരുന്നു, വയറ് വലുതായിട്ടുണ്ടായിരുന്നു. അത് എക്സർസൈസ് ചെയ്താൽ പോലും കുറയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയാണ് പഴയ സന്ദീപ് വാര്യർ ഈ രൂപത്തിലേക്ക് ഇപ്പൊ സ്കെൽറ്റായി മാറിയതെന്ന് പലരും ചോദിച്ചപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഞാൻ സർജറി ചെയ്താണ് എന്റെ വയർ ഭാഗങ്ങളും എന്റെ ശരീരവും കുറച്ചത് എന്നുള്ളത്. അത്തരത്തിൽ സർജറി ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വെട്ടിക്കീറി തന്നെ ഇവരുടെ ശരീരഭാഗങ്ങൾ വെട്ടിക്കീറി ഒരു സിനിമയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഇത് ചതിയാണ്, ഇത് ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അത്തരത്തിൽ സിനിമാ മേഖലയിലെ ഒരു ചതിയാണ് അവർ വെളിപ്പെടുത്തിയത്. അവരുടെ ജീവിതത്തിൽ നേരിട്ട് സംഭവിച്ചത്. ഇത് ഞാനിവിടെ പറയേണ്ടതുണ്ട്, കാരണം എന്റെ അടുത്ത് നേരിട്ട് അവർ സംസാരിച്ചതാണ്. കൃത്യമായിട്ടും അവരുടെ കണ്ണീരോടുകൂടി ഞാൻ നേരിട്ട് എന്റെ അടുത്ത്, എന്റെ സുഹൃത്ത് അതല്ലെങ്കിൽ എന്റെ അനിയനെ പോലെ കാണുന്നത് കൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് ഈ ഒരു സമയത്ത് ഞാനിത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരോട് ചെയ്യുന്ന വലിയൊരു ചതിയായിരിക്കും. കാരണം അവർ വെളിപ്പെടുത്തിയ ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന ഒരുപാട് മഹോന്നതന്മാരുടെ കമന്റ് കാണുന്നുണ്ട്. മമ്മൂഞ്ഞിമാരുടെ കമന്റ് ഉണ്ട്, നീ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അവർക്ക് സ്ത്രീകളെ ചതിക്കാൻ വേണ്ടി ആർക്കും പറ്റുമെന്നുള്ളത് ഏതൊരവസ്ഥയിലും നമ്മൾക്ക് അറിയുന്നതാണ്. അത്തരത്തിൽ ചേച്ചിക്ക് പറ്റിയ ആ ചതി എനിക്ക് നേരിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാനിവിടെ ഇത് അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് തന്നെ വെളിപ്പെടുത്തുന്നത്. ഇനിയും ചേച്ചി മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്, അതുകൂടെ കേൾക്കേണ്ടതാണ്. കണ്ണീരോടെ അല്ലാതെ മനുഷ്യന്മാർക്ക് ഇത് കാണാൻ പറ്റില്ല. കാരണം കണ്ണീരില്ലാതെ വെറും ഒരു മമ്മൂഞ്ഞി സംസ്കാരം, മദ്രസ സംസ്കാരം പേറി നടക്കുന്ന കുറെ എണ്ണമുണ്ട്. അവറ്റകൾക്കൊക്കെ പറ്റും, അവർക്കൊക്കെ ഹറാമാണല്ലോ സിനിമ. പക്ഷെ ഹറാമായിട്ടുള്ള സിനിമാ നടിമാരെ ഉപയോഗിക്കാനും സിനിമാ നടന്മാർ മുന്നിട്ട് നിൽക്കുന്നതും ഒക്കെ ഹറാം കൂട്ടത്തിൽ പെട്ടതാണെന്ന് കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് മമ്മൂഞ്ഞിന്റെ പേരും വെച്ചുകൊണ്ട് ഇവിടെ കമന്റ് ഇട്ട് മെഴുകുന്ന സകല എണ്ണത്തിനും അതേ ഭാഷയിൽ തന്നെ ഞാൻ മറുപടി തരികയുള്ളൂ. അതിന് എന്റെ അടുത്ത് മെക്കിട്ട് കയറിയാൽ നിനക്കൊക്കെ മിഡ് ഫിംഗർ നമസ്കാരം എന്ന് മാത്രമേ പറയാനുള്ളൂ, മദ്രസ പൊട്ടന്മാരെ. ഇനി ബാക്കി ചേച്ചിയുടെ അടുത്ത ഒരു ചാനലിൽ ചെയ്ത ഒരു ഗംഭീരമായിട്ടുള്ള അവരുടെ ഒരു കണ്ണീരോട് കൂടി അല്ലാതെ കാണാതിരിക്കാനാവില്ല. നമ്മൾക്കിത് കേട്ട് നോക്കാം. അതായത്
ഇങ്ങനെ കുറെ ഒഴിവാക്കലുകൾ എന്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഞാനൊരു വലിയ ആർട്ടിസ്റ്റ് ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ എത്ര സിനിമകള്, എത്രയോ ആൾക്കാരെ ഞങ്ങള് വെച്ച് സ്ത്രീ, ഋതം, നീരവം, നിദ്രാടനം, ഇങ്ങനെ കുറെ നല്ല സിനിമകൾ ചെയ്തു. ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ട് 30 ദിവസം അഭിനയിച്ചിട്ട് 3 ലക്ഷം രൂപ എനിക്ക് റെമ്യൂണറേഷൻ പറഞ്ഞിട്ട് 1 രൂപ എനിക്ക് തന്നിട്ടില്ല ഈ സമയം വരെ. അപ്പൊ ഇപ്പൊ അത് പറയുന്നത് എന്താന്ന് വെച്ചാ, ഗവർണറുടെ ഓഫീസിൽ ജോലിയുള്ള ഒരാളാണ്, രാജ്ഭവനില്. അയാള് ആ സിനിമ ചെയ്തു. ഞാനാണ്, എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ആ സിനിമ റിലീസാവും പ്രൊഡക്ഷൻ നോക്കുന്നത്. ആ സിനിമ ചെറിയൊരു പടമാണ്, ഒരു 50 lakhs തീരുമെന്ന് പറഞ്ഞു. വെരി സോറി കേട്ടോ, മീഡിയയുടെ മുമ്പിൽ കരയരുതെന്ന് വിചാരിച്ചു വന്ന ഒരാളാണ്. വെരി സോറി. 50 lakhs തീരുമെന്ന് പറഞ്ഞ ഒരു സിനിമ തീർന്നത് 1 കോടിക്ക് അടുത്തായി. എന്നിട്ട് ആ സിനിമയിൽ എനിക്കൊരു 3 ലക്ഷം രൂപ റെമ്യൂണറേഷൻ പറഞ്ഞു. ഞാൻ ആ പടത്തിലെ ലീഡ് റോളാ. 1 രൂപ തന്നിട്ടില്ല ഈ സമയം വരെ. അത് പോരാഞ്ഞ് 10 വർഷത്തെ ഒരു സൗഹൃദമാണ്. ഒരു സിനിമ എടുത്തത് വഴി സന്തോഷ് എന്ന് പറയുന്ന ഒരാളാണ് എന്റെ നിർമ്മാതാവ്. ആ ഫാമിലി ആയിട്ടുള്ള എന്റെ ബന്ധം പോലും ഈ ഒരു സിനിമ നിമിത്തം, അങ്ങനെ ഒരുപാട് ചതികൾ പറ്റിയിട്ടുണ്ട്. ആ സിനിമ നിമിത്തം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫാമിലി, ആ ഒരു സൗഹൃദം, നമുക്ക് റെമ്യൂണറേഷൻ തരാതെ പറ്റിക്കുക. ആ സംവിധായകന് പറയാണ് ഇത് രാജ്ഭവനാണ്, ഇവിടെ പോലീസിന്റെ ഇതെല്ലാം പെർമിഷൻ ഉണ്ടല്ലോ, നമുക്ക് അതിന്റെ അകത്ത് കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങള് ഒന്ന് കാണണമെന്ന് വെച്ചാൽ എന്നെ തേടി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് പടം എടുത്തു കഴിഞ്ഞാൽ പറയാ, ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. ഒരു ഡയറക്ടർ അങ്ങനെയാണോ പറയേണ്ടത്? അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് മോശമായിട്ടുള്ള, ഞാൻ പറയണമെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ സംവിധായകൻ രാജ്ഭവനിൽ, അതായത് ഗവർണറുടെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പൊ ആള് എനിക്ക് തോന്നുന്നത് റിട്ടയർഡ് ആയെന്ന് തോന്നുന്നു, അവിടെ ഇറങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പോഴും ആണോന്ന് എനിക്ക് അറിയത്തില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, സോണിയുടെ കാല് പിടിച്ച് ഞാൻ മാപ്പ് ചോദിക്കുന്നതൊക്കെ പറഞ്ഞു. പക്ഷെ ഇൻസൾട്ട് ചെയ്തിട്ട് മാപ്പ് പറയണമെന്ന് പറയുമ്പോ ആ 3 ലക്ഷം രൂപ കിട്ടിയോ സോണിയ? 1 രൂപ തന്നിട്ടില്ല. അന്ന് എനിക്ക് സത്യം പറഞ്ഞ ഹസ്ബൻഡൊക്കെ മരണപ്പെട്ട് വാടക പോലും കൊടുക്കാനില്ല ഇരിക്കുന്ന സമയം. പക്ഷെ കോൺട്രാക്ട് ഉണ്ടായിരുന്നില്ല. ഇല്ല, വിശ്വാസം. അത് ഞാൻ പിന്നെ സംഘടനയിലൊന്നും ഇല്ലല്ലോ, അപ്പം എന്നെ പറ്റിക്കാൻ എളുപ്പമാണ്. സംഘടന ഉണ്ടെങ്കിൽ ഇതല്ലേ, ഇല്ലാത്തതും കാര്യം. വെരി സോറി കേട്ടോ. അല്ലല്ല ഞാൻ കൂടെ കിടക്കാൻ തയ്യാറാണ്. എനിക്കും നല്ല നടിയാവാറ്. എന്റെ കുട്ടികളെ വീട്ടുകാരൊക്കെ ചോദിക്കുക എന്ത് നടിയാ, കാശുമില്ല, ഒരു വാടക വീട്ടിലാ താമസിക്കുന്നത്. അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ നമ്മുടെ അഭിമാനം ചോദ്യം ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. നമ്മളെ പോലെയുള്ളവർക്ക് അവസരങ്ങളില്ല. സിനിമ എടുക്കാൻ വേണ്ടി വരുന്ന നമ്മളെ പോലെയുള്ളവരെ പരിഗണിക്കും, അല്ലാതെ നമ്മളെ എല്ലാത്തിനും കിട്ടോ ഇങ്ങനെയൊക്കെ വരുന്നവർ ഒഴിവാക്കിക്കൊണ്ടിരിക്കും. പിന്നെ മാക്സിമം ഒരുപാട് പാവാനും പാടില്ല ഇൻഡസ്ട്രിയിൽ. ഇപ്പൊ റെമ്യൂണറേഷൻ ആയാലും തരാതെ പറ്റും. വേറൊരു സിനിമയിൽ നിങ്ങൾക്കറിയോ, ഒരു പാലക്കാട് ഒരു സിനിമ പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് രാത്രി സ്റ്റോറി പറയണം, രാത്രി ചെല്ലാൻ പറഞ്ഞ് ഞാൻ എന്റെ സ്റ്റാഫും കൂടെ വണ്ടി എടുത്ത് 7000 രൂപ പെട്രോളും അടിച്ച് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടുന്ന് പാലക്കാട് വരെ പോയി. രാത്രി 9 മണിയായി അവിടെ എത്തിയപ്പോ. എന്നിട്ട് 11 മണി വരെ സ്റ്റോറി പറഞ്ഞു. സ്റ്റോറിയൊക്കെ ഓക്കെ, നല്ലതായിരുന്നു, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. രാവിലെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു. അപ്പൊ നല്ല സ്റ്റോറിയാ. ആ സിനിമ ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ പറയാം, വാസവദത്ത എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയാ. അപ്പൊ അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ എന്റെ ഫോട്ടോ ആദ്യം വരും. ആ സിനിമയെന്ന് ഇതിനൊക്കെ തയ്യാറാവാത്തതിന്റെ പേരിലായിരിക്കാം മേ ബി ആ സിനിമയുടെ ഡയറക്ടർ ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, സോണിയെ വെച്ച് സിനിമ ചെയ്യാൻ പറ്റില്ല. നമുക്കുണ്ടായ മാനസിക നഷ്ടം, നമ്മൾ കഷ്ടപ്പെട്ട് പോയത്, അന്നും കടം മേടിച്ചിട്ട് ഒരു സിനിമ അത്രയ്ക്ക് ഇഷ്ടമാ. എന്നിട്ട് പോയിട്ട് നമുക്ക് വന്നൊരു അവസ്ഥ ചെയ്ത ആ സിനിമയിൽ നിന്ന് എന്നെ മാറ്റിയിട്ട് എനിക്ക് തോന്നുന്നത് ഇനിയ എന്ന് പറയുന്ന തമിഴ് നമ്മുടെ മലയാളി തന്നെ അവരെ വെച്ചിട്ടും പോസ്റ്റർ അടിച്ചിരുന്നു. അവര് ഇതൊന്നും മാറിയെന്ന് തോന്നുന്നു. ആ സിനിമ ഇതുവരെ നടന്നിട്ടില്ല. ആ സംവിധായകൻ ഇടയ്ക്ക് പറഞ്ഞു, സോണിയൊക്കെ പറഞ്ഞു, സോണിയെ വെച്ച സിനിമയപ്പോ വരുന്ന പ്രൊഡ്യൂസർക്ക് ശരീരം കൊടുക്കാത്തത് കൊണ്ടാണോ അതോ ഇപ്പൊ എനിക്ക് അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ടാണോ പടത്തിൽ നിന്ന് മാറ്റിയെന്ന് അറിയില്ല. അന്ന് അവിടെ പാലക്കാട് എത്തിയപ്പോഴും ഈ ഫോട്ടോഷൂട്ടിന് ശേഷം ഇങ്ങനെ സംവിധായകന്റെ ഭാഗത്ത് മോശം അനുഭവം ഉണ്ടായിരുന്നോ സോണിയ? അല്ല, എന്നോട് ഡയറക്റ്റ് ഒന്നും പറഞ്ഞു. ഈ അടുത്ത സമയം എന്തൊക്കെയോ കുറെ മെസ്സേജ് ഒക്കെ വന്നു. അങ്ങനെ ഭയങ്കര ഞാൻ ഈ ഒലിപ്പിക്കാൻ നിൽക്കുമ്പോ അപ്പൊ തന്നെ ഞാനത് ബ്ലോക്ക് ചെയ്യാൻ ഒറ്റ സെന്റൻസിൽ തന്നെ ഞാൻ നിർത്തും. അതുകൊണ്ട് എന്റെ അടുത്ത് കൂടുതൽ ഇതാക്കാൻ നിൽക്കത്തില്ല. പിന്നെ എനിക്ക് സങ്കടം ഉണ്ടായാലും എന്നോട് ചോദിച്ചു, അടുത്ത പടം ഞാൻ വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ച് ഇനിയെ വെച്ച് ചെയ്യാൻ വന്നപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞു, ഇത് ഇനിയാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്, സോണിയെ മാറ്റുവാണ്, ശപിക്കരുത്, മോള് ഇതാക്കണമെന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ടാ മാറ്റിയതെന്ന് ചോദിച്ചില്ലേ? വരുന്ന പ്രൊഡ്യൂസർക്ക് മേ ബി അതായിരിക്കാം, എനിക്കറിയില്ല.
നോക്കൂ, സ്വന്തം ശരീരം കണ്ടുകൊണ്ട് സ്വന്തം ശരീരം കാഴ്ച വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ എന്തുമാവാം, കാശുണ്ടാക്കാം, ഏത് രീതിയിലും ആവാം എന്നുള്ളത് തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണെങ്കിൽ പോലും പിണറായി വിജയൻ അത് 5 വർഷം അയാളുടെ അടവെച്ചെങ്കിൽ പോലും ഇനിയെങ്കിലും ഈ സഹോദരിമാർക്ക് നീതി കിട്ടേണ്ടതുണ്ട്. കാരണം ഏതൊരു വ്യവസായം പോലെ തന്നെയാണ് സിനിമാ വ്യവസായവും, ഏതൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പോലെ തന്നെയാണ് സ്ത്രീകൾ ഇവിടെ ജോലി ചെയ്യേണ്ടത്. അല്ലാതെ ഈ സിനിമാ വ്യവസായത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, സ്ത്രീകൾ ചെന്ന് കഴിഞ്ഞാൽ അവന്റെയൊക്കെ അമ്മയെയും പെങ്ങളെയും മകളെയും ഒക്കെ ഭോഗിച്ച് ശീലിച്ചിട്ടുള്ള ഇവന്മാർക്കൊക്കെ ഈ പറയുന്ന കയറി വരുന്ന സിനിമാ നടിമാരെയും ഭോഗിക്കാൻ വേണ്ടി കിടന്നു കൊടുക്കണമെന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ, വന്നു എന്നുള്ളത് നമ്മൾക്ക് 100% അറിയാം. ഇതിനു മുൻപ് തന്നെ രഹസ്യമായും പരസ്യമായും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്. ഇന്നും പിണറായി വിജയൻ അടക്കമുള്ള, അല്ലെങ്കിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ ഈ പീഡകന്മാരെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ഇത്തരത്തിലല്ലാതെ നമ്മൾക്കൊന്നും പ്രതികരിക്കാൻ ആവില്ല. കാരണം എനിക്ക് അമ്മയുണ്ട്, സഹോദരിയുണ്ട്, എനിക്കൊരു മോളുണ്ട്. എന്റെ ഭാഗത്ത് നിന്ന് ഇതേ രീതിയിലുള്ള പ്രതികരണം തന്നെ വരികയുള്ളൂ. അത്തരത്തിൽ ഈ സിനിമാ നടിമാരെ തെറി വിളിക്കാനും സിനിമാ നടന്മാരെ ന്യായീകരിക്കാനും വരുന്ന ഏതൊരുത്തനുണ്ടെങ്കിലും, അത് മുനീഫ് ആയാലും അബ്ദുള്ള ആയാലും മുഹമ്മദ് ആയാലും ജബ്ബാർ ആയാലും, നിന്റെയൊക്കെ മദ്രസയിൽ നിന്റെ ഉസ്താദിന് നിന്റെയൊക്കെ ഉമ്മയെയും പെങ്ങളെയും മകളെയും കൂട്ടിക്കൊടുത്ത് ശീലിച്ച നീയൊക്കെ അവരെ അനുകൂലിച്ചോ, അതൊക്കെ നിന്റെ സംസ്കാരമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി സോണിയ ചേച്ചി ഒരു കാര്യം കൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഒരു യുവനടനെ കുറിച്ചാണ്. അതുകൂടി കേൾക്കേണ്ടതുണ്ട്, അതുകൂടി കേട്ടു നോക്കാം. 2013 ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത സമയമാണ്. അപ്പോ ശരിക്കും പറഞ്ഞാല് ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളില് കുറച്ച് ഏജ് അല്ല, യുവനടന്മാരിൽ പെടുന്ന ഒരാൾ തന്നെയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് തൊടുപുഴ പോയി ചെറിയൊരു വേഷം ചെയ്യാനാണ്. ഒരു ഓഫീസ് സ്റ്റാഫ് ആയിട്ടാണ് ആ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്, ശമ്പളം കുറവാണെങ്കിലും സിനിമയോടുള്ള അടങ്ങാത്ത പാഷൻ. അപ്പോ ഹസ്ബൻഡ് ട്രെയിൻ കയറ്റി വിട്ട് നമ്മൾ വളരെ സന്തോഷമായിട്ട് പോവാണ്. അവിടെ ചെന്ന് കോസ്റ്റ്യൂം തന്നു, ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പൊ ഒരു ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് കിടക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പോയി. ഒരു പഴയ ബിൽഡിംഗ് ആണ്. അപ്പോ പോയ സമയത്ത് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന മുറിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ശരിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്തു. അപ്പൊ ഞാൻ പെട്ടെന്ന് പേടിച്ചു. ഞാൻ വെച്ച് അവിടെ കുറെ കുട്ടികളെ പരിചയപ്പെട്ടിരുന്നു, പെൺകുട്ടികൾ ആരെങ്കിലും. അപ്പൊ കയറങ്ങള് പെണ്ണിന്റെ അല്ല, നമ്മള് പിടിക്കുമ്പോ അറിയാലോ. പെട്ടെന്ന് എട്ടി നോക്കുമ്പോ ഇത്രയും നല്ല ഹൈറ്റ് ഉള്ള ആളാണ്. അപ്പൊ ഞാൻ നോക്കുമ്പം ഈ ആക്ടറാണ്. അപ്പൊ എന്താണ് അങ്ങനെ, അതായത് വിത്തൗട്ട് പെർമിഷൻ ആണ്, ഒരു ഹിന്റും ഇല്ല. ഞാൻ ആദ്യമായിട്ട് ആ മനുഷ്യനെ കാണുന്നതാണ്. ആ ലൊക്കേഷനിൽ പോയി ആദ്യത്തെ ദിവസമാണ് ഞാൻ കോസ്റ്റ്യൂം ചെയ്ത് അഭിനയിക്കാൻ വേണ്ടി നിൽക്കുവാണ്. നമ്മൾ വളരെ ആങ്സൈറ്റിയിൽ നിൽക്കുകയാണ്. വളരെ ആദ്യമേ ഡയറക്ടർ പരിചയപ്പെടുത്തിയായിരുന്നു, ഇതാണ് ഇതിലെ ഹീറോ. വേറെ ഒരു നടി ഉണ്ടായിരുന്നു, എനിക്ക് അവരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം റിവീൽ ആവുന്നതുകൊണ്ട് പറയുന്നില്ല. അപ്പൊ ആദ്യമായിട്ടാണ് അവരെയൊക്കെ കാണുന്നത്. അങ്ങനെ സർപ്രൈസോടെ നോക്കുക, നമ്മള് ജസ്റ്റ് എൻട്രി ആണല്ലോ. അപ്പൊ വളരെ ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിത്തൗട്ട് പെർമിഷൻ ആണ് നമ്മളെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ സത്യത്തിൽ പേടിച്ചുപോയി. പേടിച്ചെന്ന് വെച്ചാൽ നല്ല ഷിവറിങ് ആയിപ്പോയി. നമുക്ക് അങ്ങനത്തെ ഒരു അതുവരെ ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ വന്നിട്ട് അപ്പൊ ഇങ്ങനെ ഞാൻ പേടിച്ചു. ഇങ്ങനെ അതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോ അത് ഞാൻ പെട്ടെന്ന് ബലമായിട്ട് പിടിക്കുമ്പം ഞാൻ തള്ളി മാറ്റി. ഞാൻ പറഞ്ഞ അപ്പൊ എനിക്ക് കരച്ചിൽ വന്നു, ഞാൻ കരഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വിട് എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട, ഇതെന്താ നിങ്ങൾ ഇങ്ങനെ വിത്തൗട്ട് പെർമിഷൻ ഇതെന്താ ചെയ്യാൻ പോണെന്ന് വെച്ചപ്പോ അത് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണ്. എനിക്ക് സോണിയനെ ഭയങ്കര ഇഷ്ടമാണ്. സോണിയ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അന്ന് സോഷ്യൽ വർക്ക് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അവിടെ വെച്ചൊരു പ്രപ്പോസ് ചെയ്യുന്ന പോലെ ഒരു നിമിഷം കൊണ്ട് ഒരാൾക്ക് അങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. കാരണം അവർ അഭിനയിക്കാൻ പോയ തൊടുപുഴയിൽ പോയ ഒരു സിനിമ സെറ്റിൽ സംഭവിച്ച കാര്യമാണ്. അതായത് അവർ കോസ്റ്റ്യൂം ഒക്കെ മാറി വരുന്ന അഭിനയിക്കാൻ വേണ്ടി തയ്യാറായി വന്ന സമയത്ത് അവിടെ അന്നത്തെ ഒരു യുവനടൻ, ഇന്ന് സൂപ്പർ സ്റ്റാർ ആണ് ഈ യുവനടൻ എന്ന് പറയുന്നു. ഇനി പലരും പറയുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഇവരൊന്നും പേര് റിവീൽ ചെയ്യുന്നില്ല എന്നുള്ളത്. നമുക്ക് പേര് റിവീൽ ചെയ്യുക എന്നുള്ളത് മാത്രമൊന്നല്ല ആത്യന്തികമായിട്ടുള്ള കാര്യം. കാരണം ഇവർക്ക് എല്ലാവർക്കും ഒരു ജീവിതമുണ്ട്, കുഞ്ഞു ജീവിതമുണ്ട്. ആ കുഞ്ഞു ജീവിതത്തിൽ അവർക്ക് അച്ഛനമ്മമാരുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്. ഇത്തരത്തിൽ ജീവിച്ചു പോകുന്ന അവരെ ഒന്നുകിൽ ഒരു ടിപ്പർ ലോറിക്കോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ അപായപ്പെടുത്താൻ വളരെ സിമ്പിൾ ആണ് എന്നുള്ളത് നമ്മുടെ ഈ കേരളത്തിന്റെ ചരിത്രം, പല ആളുകളുടെ ജീവൻ പോയിട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാനാവും. അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പേര് തുറന്നു പറയുന്നില്ല, നിങ്ങൾ വെറുതെ ആരോപണം ഉന്നയിച്ച് കാറ്റുണ്ടാക്കുകയാണെന്നൊന്നുമല്ല പറയേണ്ടത്. അവർക്ക് കൃത്യമായിട്ട് വെളിപ്പെടുത്താനുള്ള ആ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ ഇവിടുത്തെ സർക്കാരുകൾക്കും ഇവിടുത്തെ നീതിന്യായ പീഠത്തിനും ഇവിടുത്തെ ഈ എല്ലാവിധ നിയമപാലകർക്കും പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. ഇവിടെ ഇരകൾക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി ഇവിടെ നിലകൊള്ളാൻ ആരുമില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. ഒരു ഇര വ്യക്തമാക്കി കഴിഞ്ഞാൽ, എനിക്കിത് നേരിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേട്ടക്കാരന് ഓതിക്കൊടുക്കുന്ന, വേട്ടക്കാരന് ചോർത്തി കൊടുക്കുന്ന രീതിയിൽ ആണ് നമ്മുടെ
നമ്മുടെ ഇവിടുത്തെ സിസ്റ്റംസ് ഒക്കെ എന്നുള്ളത് അറിയാവുന്നവർ തന്നെയാണ് ഇവിടെ അരിയാഹാരം കഴിക്കുന്നവർ. ഇത്തരത്തിലുള്ള ഇവരെ പരിഹസിക്കാൻ വേണ്ടി എന്തുകൊണ്ട് പേര് പറയുന്നില്ല എന്ന് ചോദിക്കുന്നവർ അതുകൂടി മനസ്സിലാക്കുക. കാരണം ഇന്ന് പേര് വെളിപ്പെടുത്തിയാൽ പോലും അവർക്ക് കൃത്യമായിട്ട് പിന്തുണ കൊടുക്കാൻ പറ്റാത്ത ഒരു സമൂഹമാണ് ഇവിടെ. ഇപ്പൊ ഒരുപാട് പേരുകളിലുള്ള കമന്റ് ഇടുന്ന ഒരുപാട് മമ്മദോളികൾ ഇവിടെ കമന്റ് ഇടുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അത്തരത്തിൽ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് പേര് വെളിപ്പെടുത്തുക എന്നുള്ളത് ഭയാനകമായിട്ടുള്ള ഇനിയുള്ള നാളുകൾ അന്തരീക്ഷം തന്നെയായിരിക്കും. അവർ ക്ഷണിച്ചു വരുത്തുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പേര് വെളിപ്പെടുത്താതെ അവർ ഉള്ള കാര്യം പറയുന്നത്. അവർക്ക് പേര് വെളിപ്പെടുത്താനുള്ള സാഹചര്യം ഒരുക്കാൻ പറ്റാത്ത നമ്മൾ, ഈ സമൂഹമായാലും ഇവിടുത്തെ ഭരണകൂടമായാലും ഇവിടുത്തെ സാംസ്കാരികമായാലും ഏത് രീതിയിലുള്ള ആളുകളാണെങ്കിലും നമ്മളാണ് കുറ്റക്കാർ, അല്ലാതെ ഈ ഇരകളല്ല കുറ്റക്കാർ. ഞങ്ങൾ വേട്ടക്കാർക്കൊപ്പമല്ല ഇരകൾക്കൊപ്പമാണെന്ന് പറയുകയും എന്നിട്ട് വേട്ടക്കാർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ഈ സിസ്റ്റം എന്ന് മാറുന്നു അന്നേ നമ്മുടെ സഹോദരിമാർക്ക് നീതി കിട്ടുകയുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും സോണിയ മൽഹാർ ചേച്ചി എനിക്ക് നേരിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ചേച്ചിയുടെ അനുഭവം കൃത്യമായിട്ടും എൻ്റെ അടുത്തും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ചേച്ചിക്ക് ഈ ഒരു സമയം പിന്തുണ കൊടുക്കേണ്ടതുണ്ട്. ഒരുപാട് കമന്റുകൾ ഇട്ടുകൊണ്ട് ഇവരെ പോലെ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്ന സ്ത്രീകളെ, അവരൊരു സ്ത്രീയാണ്, അവരെ വെറും ഒരു കൃഷിയിടമായി കാണുന്ന സംസ്കാരമുള്ളവർ അവരെ കുറ്റം പറയുമ്പോൾ അവർക്ക് നമ്മളെങ്കിലും നീതിപൂർവമായിട്ടുള്ള പിന്തുണ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുന്നത്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.